ഗൈസ്, റിപ്പോർട്ടർ ടി വിയിൽ വേടൻ അഭിമുഖത്തിന് വന്നതിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞെങ്കിലും അതിൽ നമുക്ക് കുറച്ച് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞിരുന്നു. കാര്യം വേടൻ്റെ അമ്മയെ പറ്റി പറഞ്ഞതാണ്. കാരണം നമ്മുടെയൊക്കെ ഒരു സങ്കല്പത്തിലുള്ള ഒരു അമ്മയിൽ നിന്ന് വ്യത്യസ്തകരമായ രീതിയിലാണ് വേടനും അമ്മയും തമ്മിലുള്ള കണക്ഷൻ. കാരണം അങ്ങനെ ഒരു രീതിയിൽ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് വേടനെ കൊണ്ടു നടന്ന് വളർത്താനോ വാരിക്കൊടുത്ത് അതുപോലെ ഓമനിച്ച് വളർത്താനോ ഒന്നും വേടൻ്റെ അമ്മയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത്. വേടൻ്റെ അച്ഛനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പറഞ്ഞു പരസ്പരമൊക്കെ സംസാരിച്ച് തുടങ്ങിയത് തന്നെ ഇപ്പോഴാണ്. ഈ ജീവിത സാഹചര്യം എന്ന് പറയുന്നത് വേറൊന്നാണല്ലോ. അപ്പോൾ ആ സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിതം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടിൻ്റെ ഇടയിൽ അതിൻ്റെ ഒരു ലാളനയൊന്നും കൊണ്ടു നടക്കാനുള്ള അവസരമൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ വീട്ടുകാരെല്ലാം ഒരുമിച്ച് തന്നെയായിരുന്നു, സഹോദരങ്ങളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, എല്ലാവരും ഒരുമിച്ച് തന്നെയായിരുന്നു. പക്ഷേ ഈ വേടൻ ഇടയ്ക്ക് പെട്ടുപോയ ചില കാര്യങ്ങളിലെല്ലാം വളരെ ചെറുതിലേ പെട്ടുപോകാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജീവിതം അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിക്കുന്നതിൻ്റെ രീതിയിൽ തെറ്റും ശരിയൊന്നും പറഞ്ഞ് തിരുത്തി വളർത്താനുള്ള സാഹചര്യം അല്ലാത്തത് കൊണ്ട് തന്നെ അതിന് കഴിഞ്ഞില്ല. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വേടൻ്റെ ഒരു പാട്ട് പഠന വിധേയമാക്കണമെന്ന് പറഞ്ഞപ്പോൾ എതിർഭാഗവും വന്നിട്ടുണ്ട്. കാരണം വേടനെ പിടിച്ചത് കഞ്ചാവ് കേസിലാണ്. അപ്പോൾ അങ്ങനെ അതിൽപ്പെട്ടൊരു വ്യക്തിയുടെ പാട്ട് വിദ്യാർത്ഥികൾക്ക് പഠന വിഷയമാകണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഒരു വിഭാഗം സമരം ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ഒരു വിശദീകരണം എന്നോളമാണ് വേടൻ പറഞ്ഞത്. എനിക്ക് അന്നത്തെ ആ സാഹചര്യത്തിൽ പറ്റിപ്പോവാൻ കാരണം എൻ്റെ പാരൻറ്റിങ്ങിൽ പറ്റിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ അതൊക്കെ മാറ്റുന്നു, നമുക്കറിയില്ല, മറന്നു എന്നാണ് പറഞ്ഞത്. എന്തായാലും വേടൻ്റെ ഒരു കുട്ടിക്കാലത്തെക്കുറിച്ച് പറയുമ്പോൾ ഹിരൺദാസ് മുരളിയായി ജീവിച്ച കാലഘട്ടത്തിൽ ആ വളരെ ബാല്യകാലത്തിൻ്റെ ചില കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് തോന്നുന്നു ആ സമയത്ത് ഓരോ മനുഷ്യനും ഓരോ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകണം. എന്തായാലും വേടൻ്റെ അമ്മയെ ഇപ്പം വേടന് നഷ്ടപ്പെട്ടു. അപ്പം ഇനിയുള്ള ജീവിതകാലത്തിൽ ഒരിക്കലും വേടൻ അന്ന് അബദ്ധം പറ്റിപ്പോയി എന്ന് ഈ പറയുന്ന കാര്യങ്ങളിലോട്ട് പോകാതെ വീണ്ടും നല്ല നല്ല പാട്ടുകൾ എഴുതി മറ്റൊരാളെയും വേദനിപ്പിക്കാത്ത തരത്തിലുള്ള പാട്ടുകൾ, അതായത് ഒരു കാലത്ത് ഇവരെ അധകൃത വിഭാഗം എന്ന് പറഞ്ഞ് കളിയാക്കിയെങ്കിൽ ഇന്ന് മറ്റു വിഭാഗത്തെ കളിയാക്കുന്നത് തെറ്റാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊക്കെ കളിയാക്കുന്നത് ഒരു വികസിച്ച മനസ്സിൻ്റെ ചിന്താഗതിയല്ല. അപ്പോൾ അതൊന്നും ഇല്ലാതെ നല്ല നല്ല പാട്ടുകൾ എഴുതി മുന്നോട്ട് പോട്ടെ.